വെൽക്കം ബാക്ക് ടു ടെക്കി മീഡിയ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിൽ പ്രസിദ്ധമായ തൃശൂരിന്റെ മണ്ണിലെ NH-66 നിർമ്മാണ പുരോഗതിയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. NH-66 2 റീച്ചുകളാണ് തൃശൂരിലൂടെ കടന്നുപോകുന്നത്. മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിന്റെ അവസാനമായ കാപ്പിരിക്കാട് നിന്ന് തുടങ്ങി തളിക്കുളം അവസാനിക്കുന്നതാണ് ആദ്യത്തെ റീച്ച്. 33.165 കിലോമീറ്ററാണ് ഈ റീച്ചിന്റെ ദൈർഘ്യം. രണ്ടാമത്തെ റീച്ച് തളിക്കുളത്ത് നിന്ന് ആരംഭിച്ച് കൊടുങ്ങല്ലൂർ അവസാനിക്കുന്നതാണ്. 28.835 കിലോമീറ്ററാണ് ഈ റീച്ചിന്റെ ദൈർഘ്യം. ആദ്യത്തെ റീച്ചായ കാപ്പിരിക്കാട് തുടങ്ങി തളിക്കുളം അവസാനിക്കുന്ന റീച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാപ്പിരിക്കാട് മുതൽ ചാവക്കാട് വരെ ആദ്യ പാർട്ടും ചാവക്കാട് മുതൽ തളിക്കുളം വരെ സെക്കൻഡ് പാർട്ടും. ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യാതെയുള്ള ഫുൾ വീഡിയോ ആണിത്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വെങ്ങളത്ത് നിന്ന് ആരംഭിച്ച്, അതായത് കാലിക്കറ്റ് ബൈപ്പാസിൽ ആരംഭിച്ച് മലപ്പുറത്തെ 2 റീച്ചിലൂടെ യാത്ര ചെയ്ത് തൃശൂർ ജില്ലയിൽ ഈ റീച്ചിലെത്തിയാൽ നിരാശപ്പെടും എന്ന് പറയാതിരിക്കാൻ വയ്യ. മറ്റു റീച്ചുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തൃശൂരിലെ റീച്ചുകൾ പുറകിലാണ്. എന്നിരുന്നാലും മെയിൻ കാരേജ് വേയിലെ DBM പൂർത്തിയായ കുറച്ചു സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ റോഡ് ലൈൻ മാർക്ക് ചെയ്ത് തുറന്നു കൊടുക്കുന്നുണ്ട്. 1/9/2022 നിർമ്മാണം ആരംഭിച്ച ഈ റീച്ച് നിലവിൽ 68% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 2026 അവസാനത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാരതമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാപ്പിരിക്കാട് തളിക്കുളം റീച്ചിന് 3923.6 കോടി രൂപയും തളിക്കുളം കൊടുങ്ങല്ലൂർ റീച്ചിന് 3994.6 കോടി രൂപയുമാണ് അനുവദിച്ചത്. ശിവാലയ കൺസ്ട്രക്ഷൻ കോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ റീച്ചിന്റെ കോൺട്രാക്ടർ. ഈ റീച്ചിന്റെ മാത്രമല്ല, തൃശൂർ ജില്ലയിലൂടെ കടന്നു പോകുന്ന NH-66 കാപ്പിരിക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള 2 റീച്ചിന്റെയും കോൺട്രാക്ടർ ശിവാലയ കൺസ്ട്രക്ഷൻ കോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അണ്ടർപാസിന്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അണ്ടർപാസിന്റെ ഹൈറ്റോളം 2 സൈഡിലും മണ്ണ് കൊണ്ടാണ് ഫില്ലിംഗ് ചെയ്യുന്നത്. മണ്ണ് ക്ഷാമം ഈ റീച്ചിൽ നേരിടുന്നുണ്ട് എന്നാണ് കോൺട്രാക്ടറുടെ വാദം. NH-66 പുറമെ NH-544, NH-85, NH-183, NH-44, NH-766 തുടങ്ങിയ NHകളും തൃശൂരിലൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാ NHകളുടെയും വീഡിയോസ് ചെയ്യുന്നതാണ്. എല്ലാ റീച്ചുകളെക്കുറിച്ചും വിശദമായി പഠനം നടത്തി റെഫർ ചെയ്തിട്ടാണ് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടവും സപ്പോർട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അറിയിക്കുമല്ലോ. ദേശീയപാത 66 വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലിൽ കൂടുതൽ സമരങ്ങളും വിവാദങ്ങളും ഉണ്ടായ ജില്ലകളിലൊന്നായിരുന്നു തൃശൂർ. ജനവാസ മേഖല ഏറെയുള്ള ജില്ലയെന്ന നിലയിൽ വലിയ വെല്ലുവിളിയായിരുന്നു ഭൂമി ഏറ്റെടുക്കൽ. എതിർപ്പുകളെ മറികടന്ന് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായെങ്കിലും നഷ്ടപരിഹാരമായി വലിയ തുക നൽകേണ്ടി വന്നു. പദ്ധതിയുടെ ആകെ തുക 7918.42 കോടി രൂപയായിരുന്നെങ്കിലും 5096 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കൽ നഷ്ടപരിഹാരമായി തൃശൂരിന് അനുവദിച്ചത്. 205.44 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തത്. LN മാൽവിയ ഇൻഫ്ര പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ പ്രൊജക്ടിന്റെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ. ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ എന്തെന്ന് പലർക്കും അറിയില്ല. എല്ലാവർക്കും കോൺട്രാക്ടർ മാത്രമേ കേട്ട് പരിചയമുള്ളൂ. കോൺട്രാക്ടർ പോലെ പ്രവർത്തിക്കുന്നവരാണ് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ. കോൺട്രാക്ടർ എടുക്കുന്ന വർക്ക് മോണിറ്റർ ചെയ്യാനും ടൈം ടു ടൈം ക്വാളിറ്റി ക്വാണ്ടിറ്റി ടെസ്റ്റുകൾ നടത്താനുമുള്ള മതിയായ മാൻ പവർ, മെഷീനറീസ് എന്നിവ NHAയ്ക്കില്ല. ഇതിനുവേണ്ടി NHA റിക്രൂട്ട് ചെയ്യുന്നതാണ് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ. ഒരു ഫ്ലൈ ഓവർ, 2 മേജർ ബ്രിഡ്ജ്, 1 മൈനർ ബ്രിഡ്ജ്, 9 വെഹിക്കിൾ അണ്ടർപാസ്, 6 ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, 3 സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്, 2 ഫുട് ഓവർ ബ്രിഡ്ജ്, 2 ബൈപ്പാസ് എന്നിവയാണ് ഈ റീച്ചിൽ വരുന്നത്. മറ്റു റീച്ചുകൾ വെച്ച് നോക്കുമ്പോൾ തൃശൂർ ജില്ലയിലെ റീച്ചുകളിൽ സ്ട്രക്ചറുകൾ കുറവാണ്. മലപ്പുറം റീച്ചായ രാമനാട്ടുകര വളാഞ്ചേരി റീച്ചിൽ മാത്രം 43ഓളം സ്ട്രക്ചറുകൾ വരുന്നുണ്ട്. എന്നാൽ തൃശൂർ ജില്ലയിൽ 6 ബൈപ്പാസുകളാണ് വരുന്നത്. അതിൽ 2 ബൈപ്പാസ് ആദ്യത്തെ റീച്ചിലും 4 ബൈപ്പാസ് രണ്ടാമത്തെ റീച്ചിലുമാണ്. ചാവക്കാട്, വാടാനപ്പള്ളി ബൈപ്പാസുകളാണ് ഈ റീച്ചിൽ വരുന്നത്.
ഒരുപാട് നിയമലംഘനം ഈ റോഡിൽ നമുക്ക് കാണാം. 6 വരി പാതയിൽ വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. 6 വരി പാതയിലെ പ്രധാന ഘടകമാണ് ലൈൻ ട്രാഫിക്കിംഗ്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. എല്ലാവർക്കുമുള്ള സംശയമാണ്, സർവീസ് റോഡ് വൺ വേ ആണോ അതോ 2 ദിശയിലും ഉപയോഗിക്കാമോ എന്ന്. സർവീസ് റോഡുകൾ 2 ദിശയിലും ഉപയോഗിക്കാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡിന്റെ വീതി 5 മീറ്റർ മാത്രമാണ്. ഈ സ്ഥലങ്ങളിൽ ട്രാഫിക് കൺട്രോൾ ഉണ്ടാകും. NH66 ഭൂരിഭാഗം സ്ഥലങ്ങളിലും സർവീസ് റോഡിന് 7 മീറ്റർ വീതിയുണ്ട്. ഹൈവേ പൂർണ്ണമായും തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും മെയിൻ കാരേജ് വേയിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് ചെയ്യാം, എങ്ങനെ എൻട്രി ചെയ്യാം. മെർജിംഗ് പോയിന്റുകൾ എവിടെയെല്ലാം. ഒരു മെർജിംഗ് പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത മെർജിംഗ് പോയിന്റ് എവിടെയായിരിക്കും. അതുപോലെ ഒരു മെർജിംഗ് പോയിന്റിലൂടെ പുറത്തു കടന്നാൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് പോകാൻ പറ്റുക, ഏതെല്ലാം സ്റ്റേറ്റ് ഹൈവേ ലോക്കൽ റോഡിലേക്കാണ് കണക്ട് ആവുക തുടങ്ങിയ വിവരങ്ങൾ അടങ്ങുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. ഈ റീച്ചിന്റെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ റീച്ചിന്റെയും വീഡിയോ ചെയ്യുന്നതാണ്. അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാപ്പിരിക്കാട് തളിക്കുളം റീച്ചിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ ചാവക്കാട് അവസാനിക്കുകയാണ്. വീഡിയോയുടെ ദൈർഘ്യം കൂടാതിരിക്കാനാണ് 2 പാർട്ടായി അപ്ലോഡ് ചെയ്യുന്നത്. ചാവക്കാട് ബൈപ്പാസ് മുതൽ തളിക്കുളം വരെയുള്ള ഭാഗം അടുത്ത പാർട്ടിൽ കാണാം. അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇൻസ്റ്റന്റ് അപ്ഡേറ്റുകൾക്കായി ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.